മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മവിരുദ്ധ പരാമർശത്തിൽ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഭരണപരാജയം മറക്കാനാണ് നീക്കം, എല്ലാവരെയും വിഡ്ഢികളാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രി പരാജയമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. അതേസമയം തമിഴ്നാട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ DMK സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, യെസ്, അതിനു മുമ്പ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിലേക്ക്. Kerala, from your own failures, you start bringing the Hindu card, and now when the Hindu card is not working, you try and become very smart and call it Sanatana Dharma. Look, Pinarayi Vijayan has been Chief Minister for 8 years. Let him talk about his performance. Let him talk about how the state has become bankrupt. ജിഷ്ണു ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ വലിയ വിമർശനം തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തിനുമുണ്ടായത്. പ്രധാനമായും എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്? ഡൽഹിയിൽ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിവിധ വിഷയങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന, സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സനാതന ധർമ്മ വിരുദ്ധ പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത് പിണറായി വിജയന്റെ തന്ത്രം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ തന്ത്രമാണ് ഇത്തരത്തിൽ വഴിതിരിച്ചു വിട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. കേരളത്തിൽ പൂർണ്ണമായി ഭരണ പരാജയം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ആദ്യം സംസാരിക്കേണ്ടത് കഴിഞ്ഞ 8 വർഷം കേരളത്തിൽ എന്ത് സമ്മാനിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും പ്രതികരിക്കാനും ആദ്യം മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് എല്ലാവരെയും വിഡ്ഢികളാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കണം. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയം എന്നുള്ളതാണ്. ഒരു സൈനികൻ, ഭാരതത്തിന്റെ സൈനികൻ ആക്രമിക്കപ്പെടുന്നത് പാകിസ്ഥാനിലാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥലം ഇന്ന് കേരളമാണ്. അത്രയധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ഹമാസ് അനുകൂല പ്രകടനം നടന്ന ആദ്യ ഒരു സ്ഥലം കേരളമാണ്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നിയമവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അത് തടയുന്നതിൽ വലിയ വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഉയർന്നു വന്നിട്ടുള്ള മിനി പാകിസ്ഥാൻ എന്ന വിവാദവുമായി അത് ആ ഒരു വാക്കിനോടോ അല്ലെങ്കിൽ ആ ഉപമകളോടോ അതിന് പിറകെ പോകേണ്ടതിന് പകരം എന്തുകൊണ്ട് അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് അത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പരിശോധിക്കേണ്ടതെന്നും പൂർണ്ണമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തമിഴ്നാട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സർക്കാർ DMK സർക്കാരുമായി നേരിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് പ്രതിയെ സംരക്ഷിക്കാനാണ് അവിടെ സർക്കാർ ശ്രമിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധിച്ച BJP നേതാക്കളെ അന്യായമായി തടങ്കിൽ വെച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ND മുന്നണി നേതാക്കൾ, അതിന്റെ ഭാഗമായിട്ടുള്ള DMK സർക്കാരാണ് പ്രതിഷേധിച്ചതിന്റെ പേരിൽ BJP നേതാക്കളെ അന്യായമായി അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം കൂടി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.